ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. ഓൺ സ്ക്രീൻ നന്നായി അഭിനയിക്കുന്ന പേളി, നന്നായി മോട്ടിവേഷൻ കൊടുക്കുന്ന പേളി, ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടുള്ള ഇതൊന്നും അല്ലാത്ത മറ്റൊരു പേളിമാണി ഉണ്ടോ? ഇല്ല ഇല്ല, ഇതൊക്കെ തന്നെ അല്ലെന്നല്ലേ ഇവര് പറയുന്നത്. കുട്ടികളുടെ സേഫ്റ്റിയെ കുറിച്ചും സംസാരിക്കുന്നു, എന്നാൽ സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ സിസ്റ്റത്തിന്റെ കാര്യങ്ങളും ആ രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി, അതാണ് എന്റെ ഒരു നയം. ജെസി മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. പ്രൈം മിനിസ്റ്റർ ഒരു സംഗതി ട്വീറ്റ് ചെയ്തു, അതായത് ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇതിനായിട്ട്. അതിനുശേഷമാണ് പല സെലിബ്രിറ്റീസും പുറത്ത് വന്നേ. അതുവരെ പലരും മിണ്ടിയിട്ടില്ല. ടൈമായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് മാനസികമായി തളർന്നിട്ടുള്ളത്. ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ ഇനി ഈ ഒരു അവസ്ഥ ഒരു കുട്ടിക്കും വരരുതെന്ന് വിചാരിച്ചാണ് ഇവിടെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തുന്നത്. ഈ സ്വീകരണത്തിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അത്യധികം നിങ്ങൾ ഇവിടെ വിദ്യാഭ്യാസത്തിന് വന്ന് അത് കറക്റ്റ്. ഇതാണ് ട്രിഗർ ആയത് എല്ലാവർക്കും. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം, നോ കോസ് ഇസ് വർത്ത് ലോസിംഗ് എ ലൈഫ് ഓവർ എന്നിട്ടുള്ള. എന്റെ പൊന്ന് മക്കളെ, നിങ്ങളുടെ സങ്കടങ്ങൾ തീർക്കാനാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സങ്കടങ്ങളില്ല, എല്ലാം ഇന്നു മുതൽ നമ്മുടെ സങ്കടങ്ങളായിരിക്കും. നോ കോസ് ഇസ് വർത്ത് ലൂസിംഗ് എ ലൈഫ് ഓവർ. സത്യം പറഞ്ഞ ഈ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവുക? സ്വാതന്ത്ര്യ സമയത്ത് മരിച്ച ആളുകളുടെ ജീവിതം എന്ത് വിലയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്? ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ മേലെ വേണ്ടെങ്കിൽ വേണ്ട. അതാ നല്ലത്. കമന്റ് സെക്ഷൻ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് മൈ ഫ്രീഡം ഓഫ് സ്പീച്ച്. എന്നിട്ട് എവിടെ കമന്റ് സെക്ഷൻ ഒക്കെ ഓഫ് ആക്കിയിട്ടു? അതെ, ഒരു കൈ കൊണ്ട് തല്ലിയിട്ട് മറു കൈ കൊണ്ട് തലോടി കരുണ കാണിക്കുന്നു. ചേട്ടനെ എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരിക്ക് ഒരു കമന്റ് ഇട്ടു, അതായത് എന്തുകൊണ്ട് ഇത്രയും ദിവസം സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഇന്നൊരു സേഫ് ഗെയിം പോസ്റ്റ് ഇട്ട് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു. ആൻഡ് ഗസ് വാട്ട്, പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? ഇവളാണല്ലോ എന്റെ കർത്താവ് വിശ്വസിച്ച് ഞാൻ താലോലിച്ച് ഓമനിച്ച് ഉമ്മ കൊടുത്ത് ഇവിടം വരെ സേഫ് ആയിട്ട് കൊണ്ടുവന്നാക്കിയത്. അതീ കാര്യമില്ല. പനിനീർ പൂവ് കണ്ടാ തോന്നുമോ അതിന്റെ അടിയിൽ കൂർത്ത മുള്ളുകളുണ്ടെന്ന്? പേളിമാണി എന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് എനിക്ക് നെഗറ്റീവ് കമന്റ്സേ വരാറില്ല എന്നുള്ള സാധനമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. Whenever I get time, I'm somebody who likes all the comments. You know? But someone filter the bad ones or മൊത്തം കുഴപ്പമാണല്ലോടാ. Actually, there are no bad ones. Oh, isn't that normal? like seriously, which is like കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അവർ മറ്റവങ്ക കിട്ട കാട്ടുന്ന മുഖം വേറെ, അവരുടെ നിജ മുഖം വേറെ. Even if there is criticism, I take it in that stride, and I love criticisms. You know, that's what makes me grow. വലുതായി കുട്ടികളൊക്കെ.